ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രൈവറായി ജോലിക്ക് പോയ ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോഴായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ശാരീരിക ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഡ്രൈവറുടെ മുറിയിൽ നിന്ന് ഭാര്യയ്ക്കൊപ്പം ഒരു അപരിചിതനായ ആളെ ഭർത്താവ് പൊക്കിയതാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന കഥ. ഈ വിഷയത്തിൽ ഭർത്താവ് ഭാര്യയുമായി വഴക്കുണ്ടാകുമ്പോൾ വഴിയെ പോവുകയായിരുന്ന പൊതുപ്രവർത്തകനും സംഘവും ഈ പ്രശ്നത്തിൽ ഇടപെടാനെത്തുകയാണ്. ഇവിടെ എത്തുന്ന പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന പണി എങ്ങനെയായിരിക്കും കാണാം. വെട്ടിക്കീറി അടുപ്പത്ത് വയ്ക്കേണ്ട കേസാണിത്. വെട്ടിക്കീറിയേ 2 തുണ്ടായിട്ട് നിന്നെ അവനെ കൂടെ അടുപ്പത്ത് കീറി വയ്ക്കേണ്ട കേസാണിത്. ചേട്ടാ ചൂട്ട നീ ആരാടി ചേട്ടാന്ന് വിളിക്കുന്നത്? നിനക്ക് എന്താ കാര്യമാണ് നിനക്ക് ചേട്ടാന്ന് വിളിക്കാൻ? എന്തിനാണ് അവിടെ തന്നെ ജോലി, അവിടെ തന്നെ അവള് തന്നെ പറയട്ടെ. അതൊക്കെ ആൾക്കാർ കേൾക്കണം, എല്ലാ ആൾക്കാരും അറിയണം. ഭാര്യയും ഭർത്താവുകളുടെ വീട്ടിനകത്ത് മാത്രം ഒതുക്കിയാ പോരെന്ന് നാണക്കേടില്ല. നീ എത്ര ഒതുക്കണം? ഇത് നമ്മളെ പെരുങ്കടവള പഞ്ചായത്തിലെ ജനപ്രതിനിധി ആർജിച്ച ഒരു മെമ്പറാണ്. അവരുമായിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് എന്തോ നീച്ചി പ്രശ്നം. നീ അതിലൊക്കെ താമസിക്കുന്നല്ലേ? ഞാൻ പറയാം. ഞാൻ പ്രൈവറ്റ് ബസ്സിൽ ലോങ് പോകണം, ഒരു ഡ്രൈവറാണ്. ഒരു ദിവസം പോയാൽ 6 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ മാത്രമേ ഇവിടെ ഉള്ളൂ. പിള്ളേരൊന്നും ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഈ പോയിട്ട് വരുമ്പോൾ ഓരോരുത്തരും പലതും പല രീതിയിൽ പറഞ്ഞു. പല രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. പത്രക്കാരൻ്റെ കേസ് നീ അറിഞ്ഞാ? ഒരു പത്രക്കാരൻ്റെ കേസ് ആദ്യം പറഞ്ഞു. വേറെ ഒരു കേസ് ഞാൻ അപ്പോഴൊന്നും ഒന്നും കേട്ടില്ല, വിശ്വസിച്ചില്ല. അപ്പൊ കേക്കിങ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കേസ് പറഞ്ഞു. എവിടെ വീട്ടുകാരൻ ഞാൻ ഇവിടെ അടുപ്പിക്കൂല, കാരണം വന്നു കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് വിഷയമാണ്. എവിടെ അമ്മ അടുപ്പിക്കൂല, എവിടെ തന്ത എന്ന് പറഞ്ഞാൽ അവനെ അടുപ്പിക്കൂല. ഇത് കേട്ടോണം. എവിടെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് നീ സംസാരിക്കും. മെമ്പർ ഇരിക്കണോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. എവക്ക് എൻ്റെ പൊന്നു മെമ്പറെ, എവക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോണത്. ഞാൻ ഈ ഒരു ദിവസം പോയാൽ 6 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 1 ദിവസം 2 ദിവസം ചിലപ്പോൾ നിന്നില്ലെങ്കിലായി ഞാൻ വീണ്ടും പോകും. ഈ സമയത്ത് നാളെ വരേണ്ടതാണ്. ഞാൻ ഇന്ന് വന്നപ്പം ഒരുത്തനെ ഇവിടെ ചേട്ടന്റെ കൂട്ടുകാരനാണ്. എനിക്ക് അത് കൂട്ടുകാരെ ഞാൻ ഇവനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നിനക്ക് എന്ത് പോലും കൂട്ട്? മെമ്പർ കണ്ടിട്ടുണ്ടോ ഇവനെ കണ്ടിട്ടുണ്ടോ? ഡാ തല നോക്കടാ. അവന്റെ മുണ്ട് എന്റെ കൈ ഇരിക്കാണ്. ചോദിച്ചപ്പം പറയണ കുളിക്കാൻ കയറിയെന്ന്. നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒറ്റയ്ക്ക് പെണ്ണ് താമസിക്കുന്ന വീട്ടിൽ കയറി കുളിക്കാൻ കയറോ? തോർത്ത് ചോദിച്ച് സോപ്പ് തോർത്ത് ഇങ്ങോട്ട് നീങ്ങണം. നിനക്ക് ഭാര്യയും മക്കളും കൊണ്ടാടാ? നിനക്ക് നിന്റെ കുടുംബം ഉണ്ടാടാ? നിന്റെ വീട്ടിലാണ് ഞാൻ ഇതുവരെ കുളിക്കാൻ സോപ്പും തോർത്തും ചോദിച്ച് കയറി കുളിക്കാൻ കയറി. റൂമിലാടാ കുളിക്കണത്. കുളിക്കാൻ കയറിയപ്പോ കണ്ടതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ മെമ്പറെ സംസാരിക്കും. മെമ്പർ സംസാരിക്കും. പിന്നെ മെമ്പർ നിൽക്കണോ? ഇതേടാ അവിടെ ഇങ്ങോട്ട് മെമ്പർ ഇരിക്കും. മെമ്പർ ഭാര്യ മക്കളൊന്നും ഇല്ലേ? നിനക്കിത് ചെയ്തത് ശരിയാ? ഇല്ല, ഞാൻ ഇവിടെ വന്ന് ചാച്ചത്ത് ഞാൻ വന്നപ്പോ ചൂടായിരുന്നു, അങ്ങനെ കുളിക്കാൻ കയറി. എവിടെയായിട്ട് ബന്ധം? അല്ല, ചാച്ചി ഇടയ്ക്കിടയ്ക്ക് സഹായത്തിനല്ലൊക്കെ വിളിക്കും. അറിയോ? കണ്ടിട്ടുണ്ടോ എന്നെ? കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ വീട് എവിടെ? എന്റെ വീട് വർക്കല്ലേ, കല്യാണം കഴിച്ചു. ഇവിടെ ഞാൻ നല്ല എനിക്കറിയാം ചേച്ചി, കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇവിടെ ധനുശ്വരത്താണ് വീട്. എത്ര മക്കളുണ്ട്? ഒരാള്. മോനാ മോളാ? മോള്. അവക്ക് ഇങ്ങനെ ഒരാവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കൂല. അപ്പൊ ഈ അണ്ണ നിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചണ്ണ, ഇപ്പൊ നിങ്ങളെ മോക്കാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊല്ലും. ഇപ്പൊ ആ അണ്ണയും കൊല്ലാനുള്ളതാണ്. പക്ഷെ അണ്ണ ഒന്നും ചെയ്തില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. തെറ്റ് ചെയ്തോ ശരി ചെയ്തോ, നിങ്ങൾ ആളില്ലാത്തൊരു വീട്ടിൽ കയറുന്നത് ശരിയാണ്. അല്ല, ചേച്ചി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. കണ്ടാ മെമ്പറെ? ഇനി മെമ്പർ എവിടുത്തി വായിക്കും? ശരിയാണ്.
ഇപ്പൊ ചേച്ചി എന്ത് ന്യായീകരിച്ചാൽ ഇവിടെ ഈ പാലില്ലായിരുന്നു എങ്കിൽ നമ്മളത് ശരിയാ, വേറെ ഒന്നും നമുക്ക് തെറ്റിദ്ധരിക്കാൻ വേറെ ഒന്നുമില്ല. ഇപ്പം അണ്ണൻ്റെ കൂടി നമ്മൾ പറയുമായിരുന്നു അണ്ണ പിന്നെ ചിലപ്പം അത് നാട്ടുകാർ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ വേറെ പിന്നെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചിലപ്പം പറഞ്ഞതായിരിക്കും, അങ്ങനെ പറഞ്ഞ് അതങ്ങ് പോവുമായിരുന്നു. പക്ഷെ ആളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം ചേച്ചി? ചേച്ചിക്ക് എന്തോ ആവശ്യമാണ് അവനെ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്? ആ ആവശ്യം അമ്മ നാളൊക്കെ വന്നിട്ട് തരൂലായിരുന്നാ? പോയിട്ട് തന്നെ 10-12 ദിവസമായി. എന്റെ വീട്ടുകാരെ ആരും അടുപ്പിക്കൂല. ആക്ക് വേണ്ടിയിട്ട് ചെയ്തതാ? ആക്ക് വേണ്ടി? നിന്റെ കാലിന് കുരുവാടി. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പോകാനായിട്ട് നിന്റെ കാലിന് എന്തെങ്കിലും വിഷയം ഉണ്ടാ? തൊട്ടപ്പുറത്ത് കടയുണ്ട്, നിനക്ക് എല്ലാ സാധനവും ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങിച്ചു. ആക്ക് വേണ്ടി ആ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നത്? കഷ്ടപ്പെട്ടാൽ മാത്രം മതിയാ മെമ്പറെ. എപ്പോഴും വണ്ടി ഓടണം എന്നുള്ളൊരു ചിന്തയാക്കുള്ളു. വീട്ടിലും വരൂല. ഞാനൊരു വിക്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന എന്നപ്പോ ചൂടെടുത്ത് കുളിക്കാന്ന് വിചാരിച്ചു. ചാച്ചി തോർത്തെടുക്കാൻ പോയപ്പോഴാണ് അണ്ണ വന്നത്. മിക്സി വാങ്ങിക്കാൻ വന്ന അണ്ണ എന്തിനാ അകത്ത് കയറുന്നത്? വിക്സ് തലവേദന ആയതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വേറെ തലവേദനയ്ക്ക് ഗുളിക വാങ്ങിക്കാൻ അല്ല, പാരസെറ്റാമോളിന്റെ ഗുളിക ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ നമുക്കൊക്കെ വന്നാൽ നമ്മൾ വേറൊരുത്തനെ വിളിച്ചല്ല വരുത്തണത്. വിളിച്ച് വരുത്തുകയോ നമ്മൾ വേറൊന്നും ചെയ്യില്ല. അപ്പുറത്ത് ചേച്ചി നിന്റെ വിക്സ് ഉണ്ടോടി എന്ന് കേക്ക്, അല്ലെങ്കിൽ വിക്സ് ഉണ്ടോന്ന് കേട്ട് അവരാര് മറ്റേ മുകളിൽ നിന്ന് പൊട്ടി വന്നവരാ. ഞാൻ പുറത്തോട്ട് നിൽക്കാം. എന്താണ് ഒരു തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ അങ്ങനെ അല്ല, നമുക്കിനി വേറെ ഒന്നും പ്രൂഫ് ഒന്നും വേണ്ടല്ലാണ്. നമുക്ക് ഇപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ ഇവിടെ ഉള്ള ഒരു ഞാനിപ്പോ ഇവിടെ ഉള്ള ഒരു വ്യക്തിയല്ല. ഞാൻ പെരിങ്ങടാവിള പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്. ഇവിടെ ഒരു ചാരിറ്റി ട്രസ്റ്റിന്റെ പേരിൽ വന്ന ഇവിടെ ബഹളം കേട്ടത് കൊണ്ടാണ് മെമ്പർ എന്ന നിലയിൽ നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവള് വന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇനി കയറി വന്നത്. അല്ലെങ്കിൽ എനിക്ക് വരേണ്ട ഒരു ആവശ്യവും ഇല്ല. എന്റെ പൊന്നു മെമ്പറെ, ഇത് ആദ്യത്തെ സംഭവമല്ല. ചേച്ചി ഇരുത്തിക്കൊണ്ട് ചേച്ചി ഇരുത്തിയ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യല്ലേ ചെയ്യലെന്ന്. ഉള്ള കാര്യമല്ലേ എന്റെ പൊന്നു ചേട്ടാ പറയണം. നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്തോന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ആ അണ്ണൻ്റെ കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം. നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ചെയ്യണ തെറ്റല്ലേ. നമ്മൾ ഇന്നലെ ഒരു കൊച്ചിന്റെ ആത്മഹത്യ നമ്മൾ എല്ലാവരും വായിച്ചതാണ്. നെയ്യാറ്റിൻകര താമസിക്കുന്ന ഒരു കൊച്ചിന്റെ ആത്മഹത്യ ചേച്ചി വായിച്ചതല്ലേ? വായിച്ചതാണ്. ഇപ്പൊ പല പല സംഭവങ്ങൾ എല്ലാം കളഞ്ഞിട്ട് എവനെ വല്ലതും വാരിക്കൊണ്ട് എവൻ പയ്യ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? എന്തൊരു ഉണ്ടായാലും അവളതുള്ളതെല്ലാം നിനക്ക് തന്നതല്ലേ. നീ കൂടുതലേ വിസ്തരിക്കണം. നമ്മളും പെണ്ണുങ്ങളി തന്നെ. നമ്മൾ മറ്റേ അവിടുന്ന് പൊട്ടി വന്നതൊന്നും അല്ല. നമുക്ക് ഒരു വയസ്സോ 2 വയസ്സോ ഒന്നുമല്ല നിങ്ങൾ ഇവിടെ വിക്സ് ഉണ്ടാക്കാൻ വന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വസിക്കാൻ. ഞാൻ പൊട്ടിയല്ല. എന്റെ പൊന്നു മെമ്പറെ, നമ്മളെ 10-40 വയസ്സായ ഒരു വ്യക്തിയാണ്. പാൽക്കാരന് വിക്സ് തന്നെ കൊണ്ടുവന്നത്. അന്നും പത്രക്കാരനും അങ്ങനെ തന്നെ രാവിലെ എല്ലാവരും വിക്സ് ആണ് ഇവിടെ കൊണ്ടുവരണത്. എന്തോന്ന് മനുഷ്യ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്കൊരു മോളുള്ളതല്ലേ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഉള്ളതല്ലേ? ഞാൻ കുളിക്കാൻ കയറി തോർത്തെടുക്കാൻ പോയപ്പോ അണ്ണ വന്നു. നിങ്ങൾ എന്റെ കൂടി, അതായത് ഈ പൊതുപ്രവർത്തകയെ എന്റെ കൂടി നിങ്ങൾ കുളിക്കാൻ മറ്റിടത്ത് കയറിയ കാര്യം പറയരുത്. അങ്ങേരായത് കൊണ്ട് നിങ്ങൾ 2 എണ്ണത്തിന് ഇവിടെ വെള്ളമായിട്ട് വ്യാപിച്ചത്. നമ്മളെ വീട്ടിലായിരുന്നെങ്കിൽ നിന്റെ ഇപ്പൊ ചെവിക്കല്ല എവിടെയെങ്കിലും ഇരിക്കുവായിരുന്നു. നിങ്ങൾക്ക് പല ആവശ്യങ്ങളും കാണും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പല ആവശ്യങ്ങളും ഒരു പെണ്ണെന്ന നിലയിൽ കാണും. ഈ 10, 20, 18 വർഷം ഗൾഫിൽ ഇരിക്കുന്നവരെന്ത് ചെയ്യും? അവളൊക്കെ വേറെ വല്ലവരും കൂടി പോണാടി. 20 വർഷം 40 വർഷം ഗൾഫിൽ ഇരിക്കുന്നവരുണ്ട് മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മക്കളെ നല്ല നിലയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ മക്കൾ അങ്ങ് പോകണം ഇങ്ങ് പോകണമെന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നവർ. എൻ്റെ ഭാര്യ വീട്ടിൽ സൂചിച്ചിരിക്കട്ടെന്നും പറഞ്ഞ്, അല്ലാതെ ഉണ്ടാക്കാൻ പോണവരല്ല ഇതിനൊന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിന്റെ മോക്ക് നിനക്ക് ഒരു ഇത് വന്നപ്പോൾ നിനക്ക് വേദന ഉണ്ട്, നീ തൂങ്ങിച്ചാവും. അപ്പൊ അങ്ങേരെന്ത് ചെയ്യണോടാ? ഒരു മക്കള് പോലും ഇല്ലാത്ത അങ്ങേരെന്ത് ചെയ്യണം? മക്കളില്ലെങ്കിൽ ഒരുപാട് ഇതല്ല വഴി. ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ 8 വർഷം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു മോൻ ഉണ്ടായത്. എന്നപ്പോൾ ഞാൻ വേറൊരുത്തനെ ഇല്ല. നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല, സൗകര്യങ്ങളും എല്ലാം കൂടി പോയിട്ടുള്ള പ്രശ്നമാണ്. ഭാര്യയില്ലേ? ഉണ്ട്. അവളെന്ത് ചെയ്യണേ? വീട്ടിലുണ്ട്. അവളിത് വലിയ പറയുന്നത് എന്നാടാ? അവളെ വീട്ടിലാണ് ഇങ്ങനെ ഒരു നീ കയറിപ്പോകുമ്പോ വേറൊരുത്ത അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? കൊല്ലും. അപ്പൊ നിനക്ക് വേദന ഉണ്ട്. എന്നെ കൊണ്ട് നീ കൂടുതൽ വിളിപ്പിക്കരുത്. കഥ നീ എൻ്റെ കൂടി പറയരുത്. ഞാനേ ഒരു പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്റെ ചെവിക്കല്ല് നോക്കി തരാനുള്ളൊരു കഴിവ് എനിക്ക് ഇല്ലാത്തോണ്ടല്ല.
ചെറ്റത്തനം കാണിച്ച ഏത് പൊന്നു പോയാലും അടിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്, ഇന്നും ഉണ്ട്. മനസ്സിലായാടാ? ഞാൻ മറ്റേ ഈ ആട്ടണ പിള്ളയല്ല. നീ കുളിക്കാൻ കയറിയ കഥ എൻ്റെ കൂടി പറഞ്ഞ വീട്ടിനകത്ത്. നിനക്ക് നാണമില്ല? നിന്റെ വീട്ടിലാണ് ഒരുത്തൻ കുളിക്കാൻ. അവക്ക് നിന്റെ ഭാര്യയ്ക്ക് വിക്സ് വാങ്ങിക്കാൻ വീട്ടിനകത്ത് കയറിയിട്ട് കുളിക്കാൻ വിക്സും കൊണ്ട് ഞാൻ ഈ വിക്സ് തുടക്കാൻ മറ്റേ കുളിമുറി കയറി എന്ന് പറഞ്ഞ നീ വിശ്വസിക്കുവോ? നീ വിശ്വസിക്കുവോ? വീട്ടിൽ ഇഷ്ടം പോലെ വിക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ എവക്കൂടെ വിക്സിന്റെ കുറവുണ്ട്? ഇല്ല ചാച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അല്ല, ഇവക്ക് വിക്സിന്റെ കുറവ് ഉള്ളത് കൊണ്ടാണല്ലോ നീ വന്നത്. അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് വിക്സിന്റെ കുറവുണ്ടാ? അത് നീ ക്രമേണ കൊടുക്കണുണ്ട് വിക്സ്. അതുകൊണ്ട് അവന്റെ ആവശ്യം ഇല്ല അവക്ക് വേറെ വല്ല ആവശ്യം ഉണ്ടോ നോക്ക്. വേണമെങ്കിൽ ഞാൻ ഒന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നിന്റെ തരിപ്പങ്ങ് തീരും. നീ രണ്ടിടത്തുള്ള വിക്സ് കൊടുപ്പോൾ അതങ്ങ് തീരും. നീ അതുകൊണ്ട് വിക്സിന്റെ കാര്യമൊന്നും പറയരുത്. ഇത്രമാത്രം വിക്സ് നിനക്ക് ഇത് എന്തിനടി? അത് നിങ്ങളെ കുറ്റമാണ്. നിങ്ങൾ 18 ദിവസം നിങ്ങൾ വല്ലടോ പോയി കിടക്കണേ എന്തിന്? എവക്ക് കൊടുക്കാനുള്ള വിക്സുകൾ നിങ്ങൾ കൊടുക്കാത്തത്? എനിക്ക് വേറെ കൂടുതൽ പച്ചയ്ക്ക് പറയാൻ എനിക്ക് മനസ്സിലായി മെമ്പറെ, എനിക്ക് മനസ്സിലായി. കൂടുതൽ നിങ്ങളോട് പറയാൻ പറ്റും. നിങ്ങളൊരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാം. മനസ്സിലായി. ഇന്നിപ്പോ വയ്യാത്തോണ്ടല്ലേ വന്നത്. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാണ്. വയ്യാത്തോണ്ടല്ലേ വന്നേന്ന്. വയ്യാത്തോണ്ട് വന്നതാണ് ഇപ്പൊ കുറ്റമായത്. ഇല്ലെങ്കിൽ ഇവൻ വിക്സ് ഇട്ടോണ്ടിരുന്നേനെ. നിങ്ങൾ ഇങ്ങനെ ഈ ലോങ് ട്രിപ്പ് പോണേ എന്തിനാണ്? നിങ്ങൾക്ക് ഈ 2 വയറതൊക്കെ കഴിയേ നിങ്ങൾക്ക് എന്തിനാണ് ഈ ബാംഗ്ലൂരുള്ള ട്രിപ്പേ പോവുള്ളൂ? നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിടന്നാ പോരി. ഞാനും പറഞ്ഞു അണ്ണന് വയ്യെന്ന് പറഞ്ഞു, നട്ടലൊക്കെ വയ്യെന്ന് പറഞ്ഞു ചാച്ചി പറഞ്ഞു. എന്നിട്ട് അങ്ങേര് വിക്സ്ഡാ വേറെ എവിടെയെങ്കിലും പോണ നീ കണ്ടാ? ചാച്ചി അല്ല അങ്ങേര് ബാംഗ്ലൂർ എവിടെയെങ്കിലും വിക്സ്ഡാൻ പോണ കഥ നീ കണ്ടാ? അങ്ങേര് വിക്സ്ഡാൻ പേരുന്നെങ്കിൽ അങ്ങേര് ഇത്രയും രോഷം ആവൂലായിരുന്നു. വാ ഞാൻ ഈ വഴിയല്ലേ പോണ വിക്സ്ഡാൻ, അതുകൊണ്ട് പിന്നെ എന്റെ ഭാര്യയ്ക്കും കൂടി വിക്സ് ഇട്ട് സുഖം കിട്ടട്ടെന്ന് വിചാരിക്കുമായിരുന്നു. നിന്റെ കോഡാടാ വിക്സ്. അത് അവളെ കോഡ്. ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇനി ഈ ലോങ് ട്രിപ്പ് ഒന്നും പോവാതെ നിങ്ങൾക്ക് ഇവർക്ക് എങ്ങനെയാണോ സന്തോഷം കൊടുക്കേണ്ടത്, നാണക്കേടണ്ണ അണ്ണനെ പരിഹസ പാത്രം ആവുള്ളൂ. ഇവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അണ്ണൻ അറിയാല്ല, ഒരു ജീവിതമേ നമുക്കുള്ളൂ. നമുക്ക് ഭാര്യ 100 കിട്ടും, ഭർത്താക്കന്മാർ 100 കിട്ടും. പക്ഷെ സഹോദരിയും അമ്മയും അച്ഛനും എല്ലാം ഒരു പ്രാവശ്യം നമുക്കുള്ളൂ അണ്ണ. അതുകൊണ്ട് ഇവളെയൊക്കെ വാക്കും കേട്ടോണ്ട് അണ്ണേ നീ എന്തിനാണ് ആട്ടിയത്? നിന്റെ മോക്ക് നീ അല്ലാതെ വേറെ അവനെങ്കിലും കാണുവാടാ? കച്ചടേ ഇരുന്ന് ആട്ടണ. നിനക്ക് അച്ഛനെന്നും അമ്മ എന്നുള്ള ഒരു ബന്ധം നിനക്കറിയാമോ? പവിത്രത നിനക്കറിയാമോ? അറിയാമോടാ? നിനക്ക് ഭാര്യ ഇഷ്ടം പോലെ കിട്ടും, അവക്ക് ഭർത്താവും കിട്ടും. പക്ഷെ ആ കൊച്ചിന്റെ നല്ലൊരു തന്തയാവാൻ നിനക്ക് കൊണ്ട് കഴിയുമോ? നാളൊരു സമയം നിന്റെ മോള് വേറൊരുത്തൻ്റെ പോയ നിനക്ക് വിലക്കാനുള്ള ഒരു വോയിസ് ഉണ്ടാ? നിനക്ക് വോയിസ് ഉണ്ടാടാ? നിന്റെ നാക്ക് താന്നു വയ്യ? ഇല്ല അണ്ണാ. നിങ്ങൾ എത്രയെ കളയുന്നു? ഇവിടെ എവിടെയെങ്കിലും ഒരു ക്യാമറ ഇവിടെ വെക്കും. ഞാൻ ഇവിടെ ഇപ്പൊ ഒരു ആരെങ്കിലും അവിടെ പറഞ്ഞു അയച്ചാൽ എന്റെ വീട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. വേണ്ടല്ല, അത് എടുക്കേണ്ട ഇനി ഇനി നിന്നെ കണ്ടുപോകരുത്. നിനക്ക് വിക്സ് വേണമെങ്കിൽ എന്റെ ചേട്ടൻ്റെ കൂടി പറയാം. ഞാൻ വിക്സ് വാങ്ങിച്ചു തരാം കേട്ടോ. സമയാസമയം വിക്സ് അങ്ങേര് തരും. ഒരു കാര്യം ചെയ്യാനുള്ളത് ചേച്ചി, ഇപ്പൊ നിങ്ങൾ അച്ഛനും അമ്മയും, ചേച്ചിക്ക് അച്ഛനും അമ്മയും ഇല്ലേ? അമ്മയുണ്ട്. അമ്മയെ വിളിച്ച് 5 ദിവസം ഇവിടെ നിർത്താം. അണ്ണാ അവരൊറ്റയ്ക്കാണ്. അപ്പൊ അവർക്ക് കൂട്ടിന് അവരെ അമ്മയെ 5 ദിവസം നിർത്തി, അണ്ണന്റെ അമ്മയെ 5 ദിവസമൊക്കെ നിർത്തി അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്തെങ്കിലും ഇതിലൊരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴും വിളിക്കും. എന്റെ നമ്പർ നീ വാങ്ങിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയ്യോ പൊന്നപ്പി, എനിക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കഴിക്കാൻ എനിക്കൊരാണൊരുത്ത എന്റെ വീട്ടിലുണ്ട്. നിന്റെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് എനിക്ക് വേണ്ട. മനസ്സിലായാടാ? നീ പിന്നെ ഈ രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞ് വേറൊരർത്ഥത്തിൽ നീ കാണണ്ട. ആ തെണ്ടിത്തരത്തിന് പോണ നീ എന്നെ കൊണ്ട് കൂടുതൽ വിളിപ്പിക്കരുത്. പറഞ്ഞ മനസ്സിലായോ? അല്ല നിന്റെ ഗുഡ് മോർണിംഗ് അയക്കാൻ നിന്റെ ആടാ ഞാൻ. പിന്നെ അതെന്തെങ്കിലും സംസാരിക്കണം. നീ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ നീ ആരടാ? ഗുഡ് മോർണിംഗ് അയക്കാന്നല്ലേ പറഞ്ഞു. അല്ല നീ ഗുഡ് മോർണിംഗ് എനിക്ക് അയക്കാൻ നീ ആരെന്നാണ് ചോദിച്ചത്. നീ ഗുഡ് മോർണിംഗ് അയക്കാൻ പിറ്റേ ദിവസം കുളിക്കാനായിട്ട് അവിടെ ചെല്ലണം. നീ ആരെനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ? എനിക്ക് ആദ്യമേ ഗുഡ് മോർണിംഗ്. നീ അവിടെ ഇരിയടാ.
ഇരി എവിടെ നിന്റെ വീട് എവിടെ ധനുച്ചരത്ത് എവിടെ അല്ല ഗുഡ് മോർണിംഗ് എനിക്കന്ന് അറിയണം മെമ്പർ ഇരുന്ന് ചോരും മെമ്പർ ഇരുന്ന് ചോയല്ലേ. അല്ല എന്തായാലും നീ എനിക്ക് ഗുഡ് മോർണിംഗ് ഇട്ടവയല്ലേ, അതുകൊണ്ട് നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് പോകണുള്ളൂ. എന്റെ ഫോണിൽ സ്കൂളിൽ അതോ അടുത്ത എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്. നീ എങ്ങനെയാണോടി വിക്സ് ഇടാൻ വിളിച്ചത്? നിന്റെ വല്ല ഫോട്ടോ എടുത്ത് എവൻ വല്ല ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ തള്ളിയ എന്റെ ജീവിതം എന്താവും? ഈ ഒരു 5 മിനിറ്റ് ഇരുന്ന എന്റെ കൂടി അവൻ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇട ഇത്ര നേരം അവൻ പറയുന്നത് അവന്റെ ഫോണിൽ മിസ് കോൾ അടിക്കാൻ. ഈ തെണ്ടിയ ഞാൻ ചെറ്റേ നീ ബാക്കി എവളെയൊക്കെ കാണും പോലെ അല്ല, ബാക്കിയേ എവളെയൊക്കെ കാണും പോലെ അല്ല എന്നെ കാണേണ്ടത്. പറഞ്ഞ മനസ്സിലായ? ഗുഡ് മോർണിംഗ് അയച്ചു അടിച്ചു. നീ മെമ്പറിനെ കണ്ടിട്ടുണ്ടോടാ? ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാ? എന്താ അവരെ വീട് അറിയാമോ നിനക്ക്? ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം എന്താ ഇവരെ അവിടെ ഒരു ദിവസം കുളിക്കാതെ തോർത്തും കൊണ്ട് ഒരു ദിവസം തോർത്തിന് പോയി. ആരെവിടെ? അങ്ങനെ എനിക്കറിയാം. ഞാൻ തോർത്ത് മാറ്റി എനിക്കറിയാം. നീ എന്തോന്ന് പറയണത്? എന്റെ കുടുംബം തകർത്ത് നീ മെമ്പറിന്റെ കുടുംബം കടത്താൻ നല്ലൊരു മെമ്പറിന്റെ കുടുംബം എന്റെ കുടുംബം തകർത്ത് തോർത്ത് വാങ്ങിക്കാൻ കയറിയ എന്ന് നീ ഇവനെ എന്തൊരു ഉദ്ദേശം? അവിടെ നീ ഇവനെ വീട്ടിൽ വിളിച്ച് കയറ്റിയേ? പൊന്ന് സഹോദരി, നീ എന്തൊരു ഉദ്ദേശം അവനെ വിളിച്ച് കയറ്റിയേ? നീ എന്നാടാ മെമ്പറിന്റെ വീട്ടിൽ നീ പോയത്? കുറെ നാളായി. അല്ല നീ എന്നെ അറിയാം. ഇവന്റെ തലയ്ക്ക് സുഖം ഇല്ലാത്തതാണോ? അവൻ എന്തെങ്കിലും പ്രശ്നം? എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്ങനെയൊക്കെ സംസാരിക്കണം. മെമ്പർ അവിടെ പോയേ? അല്ലേ ഞാൻ ഇത് തോർത്ത് വാങ്ങിക്കാൻ പോയി കുളിക്കാൻ. ഇത് തോർത്ത് കച്ചവടോ മെമ്പർക്ക്? തോർത്ത് വാങ്ങിക്കാൻ പെരുങ്കട തോർത്ത് കച്ചവടോടാ മെമ്പറിന്? മെമ്പറിന് നേരത്തെ അറിയോ ആളിനെ? അല്ല പറയുന്ന മെമ്പർ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് തോർത്ത് വാങ്ങിക്കാൻ വേണ്ടി കയറിയാ. അഭിനയിക്കുന്നതാണോ? എനിക്കറിഞ്ഞൂടെ. എന്റെ അടുത്ത് ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാരെയും മുമ്പ് വെച്ചല്ലേ പറഞ്ഞ. അത് തന്നെ. അപ്പൊ നീ പറയുന്നത് ഇവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്? അങ്ങനെ തോർത്ത് വാങ്ങിക്കാൻ വന്ന ഒരു ദിവസം എനിക്ക് അങ്ങനെ കണ്ടോണ്ട് എനിക്ക് ഇവിടെ കണ്ടപ്പോഴേ അറിയാം. അതാണ് ചേച്ചി കണ്ടപ്പോഴേ എനിക്കൊരു നിനക്ക് വിക്സ് കച്ചവടം മാത്രമല്ലല്ലേ തോർത്ത് കച്ചവടവും. എന്റെ സഹോദരനൊക്കെ കാണിക്കണല്ലോ ഇവൻ തോർത്ത് വാങ്ങിക്കാൻ വന്നത്. പറയല്ലേ വന്നോന്ന്? അങ്ങനത്തെ ആണ്. ഇതുപോലെ പാല് കൊണ്ട് വരണവനെ, മറ്റത് കൊണ്ട് വരണവനെ, പത്രം കൊണ്ട് വരണവനെ, ഇതുപോലെ വിക്സ് ഉണ്ടാക്കാൻ വരണവനെ എനിക്ക് തോർത്ത് വാങ്ങിപ്പല്ല ജോലി. ഞാൻ നല്ല ചൂട് അപ്പുറത്ത് കുളിക്കാൻ വേണ്ടി എവിടെ പോയാലും ഇവന് ചൂടാണ്. നല്ല പെണ്ണുങ്ങളുള്ള വീട് കാണുമ്പോ ഇവന് ചൂട് കയറും. അപ്പോൾ വിക്സിറ്റ് കൊടുക്കണം. എന്റെ ചൂടൊന്ന് തീർത്ത് ഞാൻ പോലീസ് വിളിക്കണ്ട. തോർത്ത് വേണോടാ നിനക്ക്? എനിക്ക് തോർത്ത് വാങ്ങിക്കാൻ. അല്ല എങ്കിൽ എനിക്ക് തോർത്ത് തന്നാലും ഞാൻ പറഞ്ഞു ചെയ്യൂടാ. മാന്യമായിട്ട് ജീവിക്കണം. നല്ല ആൾക്കാരെ ഞാൻ എന്ത് മാന്യമായിട്ടാണ് ജീവിക്കണം? രാജിക്ക് ഒരു വിക്സ് വാങ്ങിച്ചത്. ഇവന്റെ ഭാര്യയുടെ നമ്പർ വാങ്ങി. ഇപ്പൊ മെമ്പർ അണ്ണന്റെ പുറത്ത് ഇങ്ങനെ പിടിച്ചെന്തിന്? ഇപ്പൊ ഇങ്ങനെ പിടിച്ചെന്തിന്? ഇപ്പൊ ഈ അണ്ണന്റെ പുറത്ത് പിടിച്ചെന്ന് വിളിച്ചത് സഹോദരനാ. അല്ല നിന്നെ പോലെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നെഞ്ചിലൊക്കെ പിടിച്ച് പിന്നെ കൊള്ളൂലേ? അല്ല അത് അവള് പറഞ്ഞ കറക്റ്റ് തന്നെ. വന്നപ്പോഴേ അണ്ണനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതെന്താ സ്വഭാവം? നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിക്കുന്നു. സംസാരിക്കണോ? നമ്മള് ഇപ്പൊ അവര് രണ്ടുപേരും കൂടി ഒന്നുമല്ല മെമ്പർ. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പിടിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്തോന്ന്? മിസ് കോൾ അടിക്കാൻ പറഞ്ഞപ്പോ ഭയങ്കര പാട്. അല്ല പിന്നെ ഇല്ല ഒരു കാര്യം, ഞാൻ കണ്ണൊന്ന് തുടയ്ക്കൂ. ഞാൻ ഈ സഹോദരനെ തൊട്ടെന്നും പറഞ്ഞു നിന്റെ എവിടെ പിന്നെ ഞാൻ അവളെ തൊട്ടത് കാര്യം എന്താ? ഇപ്പൊ കൈ ഞാനും കൈ വെക്കട്ടാ? ഞാനും തൊട്ടല്ലോ അവളെ. നിനക്ക് നാണമില്ലേ? എന്തിനാ ഇതിന്റെ ഇടയിൽ ആയിപ്പോയി. മെമ്പറെ ഇതിനൊരു തീരുമാനമാക്കിട്ട് പോയെന്നറിയാമോ? നീ കാല് പിടിക്കാം. കാല് പിടിക്കാം. നിങ്ങളെ കാല് പിടിക്കാം. സത്യം നിനക്ക് ഞാൻ ഇപ്പം കൈ വിട്ടു നിൽക്കുന്നതാണ്. ഞാൻ കാല് പിടിക്കാം. ഒന്നും പോലെ
അറ്റ കൈ അവൻ നിൽക്കുകയാണ്, അറ്റ കൈ. ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഒത്തുതീർക്കാണെങ്കിൽ ഒത്തുതീർക്കാം. ഇപ്പൊ എവള് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു, ഈ ഇങ്ങനെയുള്ള എവിടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണം? പിന്നെയും പറഞ്ഞു കാലുടിക്ക് ഒന്നും മര്യാദയ്ക്ക് അവൻ്റെ കൂടെ നീ മര്യാദയ്ക്ക് നിൽക്കാൻ പറ. പോവല്ലേ ഇത് പോവല്ലോ. ഇവിടെ നീങ്ങ്. മാറ്, മാറ്. കൊലപാതകം ചെയ്യും. സത്യം അടിക്ക്. നിങ്ങടാ പറഞ്ഞേ ഇപ്പം ഒന്നി നീ എനിക്ക് കേസ് പറയും, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ പറയും. നീ കൊള്ളാ. ഞാനേ ഈ നീ കൊള്ളാ. നീ കൊള്ളാ. കാലുടിക്കാൻ നിങ്ങൾ നിങ്ങൾ പുറത്ത് വെച്ച് ശരിയാവില്ല. ഞാനേ നല്ല ഒന്നാം തരാം കുടുംബത്തിൽ പറഞ്ഞാണ്. കുടുംബത്തിൽ പറഞ്ഞ മാത്രമല്ല, എനിക്ക് പലതും അറിയാടാ. അറിയണടാ. നിങ്ങൾ പോവല് പുറത്ത് പോയി പറയല്ലേ ചേച്ചി പോവല്ലേ ചേച്ചി പോവല്ലേ പോവല്ലേ നിങ്ങടാ അവർ പറയണ വീട്ടിൽ ഇവിടെ നീ. പറയണ ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഞാൻ നാട്ടിക്കും. നാട്ടിക്കുന്ന ഇപ്പൊ ഇനി നാട്ടിക്കും. നിങ്ങൾ പറയും, നിങ്ങൾ വെളിയിറങ്ങിയാൽ പറയും, ഇല്ല പറയും. വെളിയിറങ്ങിയാൽ പറയും. പറയൂലെന്ന് പറയല്ലേ. ഇറങ്ങാം. അണ്ണാ ചേച്ചി മെമ്പർ നിൽക്കണം. ചേച്ചി ആടെ നിങ്ങൾ പറയല്ലേ ചേച്ചി 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 കാല് പിടിക്കാൻ ആടിച്ചെന്ന് പറയല്ലേ ചേച്ചി സത്യമായിട്ട് കാല് പിടിക്കാൻ പറയുക ആടിച്ചെന്ന് പറയല്ലേ കാല് പിടിക്കാൻ പറയല്ലേ പറയല്ലേ അണ്ണാ ഇത് പറയല്ലേ അണ്ണാ ഒന്ന് ഓഫ് ചെയ്യൂ. ഇത് നമ്മുടെ കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രാങ്ക് ഷോ. ചേച്ചി അതെ അജയേട്ടൻ പറഞ്ഞു പിന്നെ ഏറ്റവും നന്നായി സംസാരിക്കുക, ഏറ്റവും നന്നായി രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നു. അയ്യോ ഇല്ല, നിങ്ങൾ അയാൾ ഇത്രയും മാത്രമേ നോക്കിയുള്ളൂ. ദീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കൽ നൽകുന്ന സമ്മാനം.